السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله خاتم النبيين سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. وقال النبي صلى الله عليه وسلم: إنكم أئمة يقتدى بكم، أو كما قال عليه الصلاة والسلام. പ്രിയവും ആദരവും നിറഞ്ഞ അധ്യക്ഷൻ അവർക്കുടെ സ്റ്റേജിലും സദസ്സിലുമുള്ള സയ്യിദന്മാരെ, പണ്ഡിത മഹത്തുക്കളെ, സനദ് വാങ്ങിക്കുന്ന പ്രിയമുള്ള യുവ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ ദീനി സ്ഥാപനത്തിൻ്റെ പല പ്രോഗ്രാമുകളിൽ പ്രധാനമായ സനദ് ദാന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹുവിൻ്റെ ഒരു മഹത്തായ നിഅമത്താണ് ഈ ദീനിയായ ഇൽമു എന്ന് പറയപ്പെടുന്നത്. ഈ ദീനിയായ ഇൽമു അല്ലാഹു ആരിനെ ഇഷ്ടപ്പെടുന്നു, അല്ലാഹു ആരിൻ്റെ പേരിൽ റഹ്മ ചെയ്യുന്നു, അവർക്ക് മാത്രമാണ് അല്ലാഹു നൽകുന്നു. ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ ആരിനെ നമ്മൾ ഇഷ്ടപ്പെട്ടോ തിരഞ്ഞെടുത്തോ അവർക്ക് മാത്രമാണ് ഈ ഖുർആനിൻ്റെ ഇൽമിന്, ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ മആനികൾ, അതിൻ്റെ അഹ്കാമുകൾ, നിയമങ്ങൾ, അതിൻ്റെ തത്വങ്ങൾ, ഇതൊക്കെ അല്ലാഹു ആരിനെ ഇഷ്ടപ്പെടുന്നോ അവർക്ക് മാത്രമാണ് നൽകുന്നു. ഔറസ്നാ ബിമാ അഅതൈനാ. ആ അടിസ്ഥാനത്തിൽ സനദ് വാങ്ങിക്കുന്ന ഈ യുവ പണ്ഡിതന്മാർ ഒരു മുവഫ്ഫഖുകളാണ്, മുൻതഖബുകളാണ്, അല്ലാഹു തെരഞ്ഞെടുത്തവരാണ്. ഇവർ ഇമാമായിട്ടോ അല്ലെങ്കിൽ ഒരു ഖതീബായിട്ടോ മുദർരിസായിട്ടോ അല്ലെങ്കിൽ ഖാദിമാരായിട്ടോ ദീനിയായ സേവനം ചെയ്യാൻ വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു പോകുന്ന, അയക്കപ്പെടുന്ന ആലിമീൻകളാണ്. സേവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ചുറ്റുപാടുകൾ എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് അതിന് യോജിച്ച നേതൃത്വം നൽകണം. അത് അവൻ്റെ
ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ അവസ്ഥയിൽ സമൂഹത്തിൽ ഇഖ്തിലാഫുകൾ കൂടിപ്പോയി, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത തീരുമാനങ്ങൾ, വ്യത്യസ്ത വിധികൾ, അതിൻ്റെ പേരിൽ തമ്മിലടിപ്പും സ്നേഹത്തോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിഘടിപ്പിക്കലും സാധാരണമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വ്യത്യസ്ത അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമാണ്. അത് മാറ്റിവെക്കാൻ, അതിനെ കളയാൻ സാധ്യതയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ തമ്മിലും ഒരു മസ്അലയിൽ വിധി പറയുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വിധികൾ അവർ വിധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അള്ളാഹു പറയുമ്പോൾ വകുല്ലൻ ആതീനാഹു ഹുക്മൻ വഇൽമൻ, എതിരെതിരായ രണ്ട് വിധികൾ അതിന് അള്ളാഹു ആക്ഷേപിച്ചിട്ടില്ല. അത് ഇൽമാണ്, അള്ളാഹുവിൻ്റെ പുറത്തിൽ കിട്ടിയ ഒരു ഹുക്കുമാണ്. അപ്പൊ അള്ളാഹു അതിനെ അംഗീകരിക്കുന്നു. ഈ ആയത്തിൽ നിന്നും മനസ്സിലാവുന്നത് അതാണ്. വകുല്ലൻ ആതീനാഹു ഹുക്മൻ വഇൽമ. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വിധി അതും ശരിയാണ്. ദാവൂദ് അലൈഹിസ്സലാം വിധി അതും ശരിയാണ്. അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നും കിട്ടിയ ഇൽമാണ്, ഹുക്കുമാണ്. അപ്പൊ അള്ളാഹു അതിനെ അംഗീകരിക്കുന്നു. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത വിധികൾ സ്വാഭാവികമാണ്, അത് ആക്ഷേപിക്കാൻ പാടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റം പറയലോ, ഒരാളെ കാഫിർ എന്നോ മുശ്രിക് എന്നോ മുബ്തദി എന്നോ പറയൽ പാടില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആക്ഷേപിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇജ്തിഹാദിന്റെ ബാബ അടയ്ക്കേണ്ടി വരും. ഇജ്തിഹാദിൽ ഫുഖഹാക്കളിന്റെ ഇടയിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിൽ കാണുന്ന സഹാബത്തുകളിന്റെ ഇടയിൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിന്റെ ഇടയിലും സഹാബത്തുകളിന്റെ ഇടയിലും മുഹദ്ദിസീൻകളുടെ ഇടയിൽ, ഫുഖഹാക്കളിന്റെ ഇടയിൽ ആയിരക്കണക്കായ മസ്അലകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സഹാബത്തുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് ഹജ്ജിന്റെ സമയത്ത് അറഫായിൽ ഖസ്ർ ചെയ്യണം എന്നുള്ള ഒരു നിലപാടാണ്. ആ വിഷയത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പിന്മാറിയില്ല. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖസ്റല്ല ഇത്മാം ചെയ്തിട്ട് 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കണം എന്നുള്ള നിലപാട് അദ്ദേഹത്തിന്റെയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ. പക്ഷെ ഒരാൾ ആ അറഫാന്റെ സ്ഥലത്തിൽ നിസ്കരിപ്പിക്കുന്ന സമയത്ത് ഖസ്ർ നിസ്കരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ പോയി ഇഖ്തിദാ ചെയ്തിട്ട് പിൻപറ്റി നിസ്കരിക്കുകയാണ്. അപ്പോൾ അനുയായികൾ ചോദിച്ചു, ഇതെന്താണ് ഇത്? തങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും പിന്മാറിയോ? പൂർത്തിയാക്കി നിസ്കരിക്കണം എന്നുള്ള അഭിപ്രായമുള്ള തങ്ങൾ ഇങ്ങനെ 2 റക്അത്ത് ഖസ്ർ നിസ്കരിച്ചല്ലോ, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നിലപാട് ശരിയാണ്. പൂർത്തിയാക്കി 4 റക്അത്ത് നിസ്കരിക്കൽ എന്ന വിഷയത്തിൽ ഞാൻ പിൻവലിച്ചില്ല, അത് ശരിയാണ്. പക്ഷേ ഞാനങ്ങനെ മാറ്റി തനിച്ച് നിസ്കരിക്കുമ്പോൾ
ഞാൻ ഈ ഇമാമത്തിന്റെ ഖിലാഫായിട്ട് ഞാൻ ഒരു ഭിന്നത സൃഷ്ടിക്കുന്നു എന്നാരെങ്കിലും കരുതും. അതുകൊണ്ട് അൽ ഖിലാഫു ശർറുൻ, അൽ ഖിലാഫു ശർറുൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായാൽ ഒരു ഭിന്നത സൃഷ്ടിക്കുന്ന ആളായി ഞാൻ മാറും. അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അൽ ഖിലാഫു ശർറുൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇഹ്റാമിന്റെ ഹാലത്തിൽ നിക്കാഹ് കഴിക്കൽ ജായിസാണോ ഇല്ലയോ എന്ന ഒരു മസ്അലയിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അത് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതിന് സഹിയായ ഹദീസുകളും കാണിക്കുന്നു. ഇമാം ബുഖാരി തങ്ങൾ ജായിസാണ്, അതിന്റെ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂന റളിയല്ലാഹു അൻഹാവിനെ നിക്കാഹ് കഴിച്ചു, അതുകൊണ്ട് നിക്കാഹ് കഴിക്കൽ ജായിസാണ് എന്ന നിലപാടിലുണ്ടായിരുന്നു. ഈ രണ്ടുപേരിന്റെ ഇടയിൽ ഇമാം ബുഖാരി തങ്ങൾ മുസ്ലിമിന്റെ ഇടയിൽ ഒരു ശൈഖിൽ നിന്നും ഹദീസ് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ, ഹദീസ് പഠിക്കുന്ന വിഷയത്തിൽ ഒരു റാവി ആരിൽ നിന്നും റിവായത്ത് കൊണ്ടുവരുന്നു, ആ ശൈഖിനെ നേരിട്ട് കണ്ടുമുട്ടണം എന്നുള്ള ഷർത്ത് വെച്ചിട്ടുണ്ട് ഇമാം ബുഖാരി തങ്ങൾ. പക്ഷെ ഇമാം മുസ്ലിം കണ്ടുമുട്ടേണ്ട ആവശ്യമില്ല, ഒരേ കാലത്ത് ജീവിച്ചവരായാലും മതി എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നിലപാട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഹദ്ദിസീൻകളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ഫുഖഹാക്കളിന്റെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പറയാനുള്ള സമയമില്ല, ചുരുക്കി പറയുകയാണ്. പ്രവാചകന്മാരിന്റെ ഇടയിലും സഹാബത്തുകളിന്റെ ഇടയിലും ഫുഖഹാക്കൾ അയിമ്മത്തുകളിന്റെ ഇടയിലും പ്രത്യേകിച്ച് അയിമ്മത്തുൽ അർബഅന്റെ ഇടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാറ്റങ്ങളില്ല ഇതുവരെ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഫഹ്മ, അവന്റെ ചിന്ത വേറെയാണ്. വേറൊരു മനുഷ്യൻ അവനോട് ചോദിച്ചാൽ അവൻ പറയുന്ന ആശയം വേറെയാണ്. ഇതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരാൾ മറ്റൊരാളിനെ ആക്ഷേപിക്കാൻ പാടില്ല. ആ ഇഖ്തിലാഫ് ഉണ്ടാവുന്ന സമയത്തിൽ തന്നെ ഒരാൾ മറ്റൊരാളിനെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ വിഷയത്തിൽ മാറാൻ പാടില്ല. ഇന്ന് ഒരാൾ മറ്റൊരാളിന് ചെളിവാരി വീശുകയും ഒരാൾ മറ്റൊരാളിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ വാട്സപ്പുകളിൽ, സോഷ്യൽ മീഡിയകളിൽ താറുമാറായ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. ഇതുകൊണ്ട് സമൂഹത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാവും. സമൂഹത്തിനെ വിഘടിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഉലമാക്കൾ ചെയ്യാൻ പാടില്ല. സമൂഹത്തിൽ ഐക്യമുണ്ടാക്കണം, വിഘടിപ്പിക്കാൻ പാടില്ല. തമ്മിലടിപ്പിക്കൽ, വിഘടിപ്പിക്കൽ ഇത് വലിയ പാവമാണ്, സാധാരണ പാവമല്ല. മൗലവിമാർ, ആലിമീൻകൾ വിഭജിക്കാറില്ല, മോഷ്ടിക്കാറില്ല, കൊലപാതകം ചെയ്യാറില്ല, കൊള്ളയടിക്കാറില്ല, ഇതുപോന്റെ ഹറാമായ പ്രവൃത്തികൾ അവർ ചെയ്യാറില്ല. അതിന്റെ കാരണം സമൂഹത്തിൽ നമ്മുടെ ബഹുമാനം പോയി കളയും. സമൂഹത്തിൽ നമ്മുടെ വാക്കിന് ബഹുമാനമില്ലാതെ ആകും. ഒരു മാനത്തിന്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ തമ്മിലടിപ്പിക്കുന്ന, വിഘടിപ്പിക്കുന്ന ഈ കാര്യം സർവ്വസാധാരണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു ദുഃഖമായ ഒന്നാണ്. ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ സിനാവിനെക്കാളും കൊലപാതകത്തിനെക്കാളും ഇതുപോലത്തെ വലിയ പാവങ്ങളിനെക്കാളും
വലിയ പാവമാണ് ജനങ്ങൾ തമ്മിൽ വിഘടിപ്പിക്കൽ. നമ്മളെ പിൻപറ്റുന്ന ജനങ്ങൾ അവൻ ഒരു ഗ്രൂപ്പാക്കിയിട്ട് എന്റെ അഖീദ ഇതാണ്, എന്റെ കൂട്ടം ഇതാണ് എന്ന് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന പണി സാധാരണമായതല്ല. എല്ലാ ഹറാമിനെക്കാളും വലിയ ഹറാമാണ് ഇത്. ഈ കാര്യം ഒരിക്കലും ഉലമാക്കൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഞാൻ സനത് വാങ്ങിക്കുന്ന ഈ യുവാ പണ്ഡിതന്മാരോട് പറയുന്നു, ഈ വിഷയത്തിൽ ജനങ്ങളിനിടയിൽ ഐക്യമുണ്ടാക്കാൻ പരിശ്രമിക്കണം. രണ്ടാമത്തെ വിഷയം, ഇവിടെ സനത് വാങ്ങിക്കുന്ന നിങ്ങൾ ഓതി പഠിച്ച് ഇതിൽ നിന്നും ഫാരിഗായി എന്ന അർത്ഥത്തിലല്ല. ഇപ്പോഴാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കിതാബുകൾ നോക്കാൻ മുതാല ചെയ്യാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മുതാല ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അള്ളാഹു ഒരു വലിയ ഭാഗ്യം നൽകിയിട്ടുണ്ട്. ഇത് സാധാരണപ്പെട്ട ഒന്നല്ല. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ ഇൽമ് ഒരു ലോകത്തിൽ ഒരു അമൂല്യമായ സമ്പത്താണ്. ഇതിനേക്കാളും വലിയ സമ്പത്ത് ഒന്നുമില്ല. നിങ്ങളെ ഇൽമിന്റെ അഹ്ലുകാരാക്കി ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉസ്താദന്മാർ നിങ്ങളെ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സനത് വാങ്ങിക്കുന്ന അന്തസ്തിൽ നിങ്ങളെ അഹ്ലുകാരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പലരുമുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഉസ്താദന്മാർ നിങ്ങളെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഉസ്താദന്മാർക്ക് സഹായം നൽകുന്നവർ, കമ്മിറ്റിക്കാർ, ഇതിനെ സഹായിക്കുന്നവർ, ഇതിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾ പോകുന്ന മേഖലകളിൽ ഖിദ്മത്തുകളിൽ ഏത് ഖിദ്മത്തായാലും ശരി അതിന് നിസാരമായി കരുതരുത്. ദീനിയായ ഖിദ്മത്താണ് വലിയ നിഅമത്ത്, സാധാരണ നിഅമത്തല്ല. അള്ളാഹു ആർക്ക് അള്ളാഹ് ഇഷ്ടപ്പെടുന്നു അവർക്ക് മാത്രമാണ് ഇത് നൽകുന്നു. നിങ്ങളുടെ ഈ സ്റ്റേജിൽ വന്ന് നിങ്ങളുടെ ഇൽമിന്റെ അഹ്ലുകാരാക്കി ഇവിടെ ഈ സ്റ്റേജിൽ സനത് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. ഈ സനത് നിങ്ങൾക്കൊരു അലങ്കാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വഴി കാണിക്കുന്ന ഒരു ഹാദിയാണ്. ഇതിന്റെ മഹത്വം നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് ഇന്നത്തെ അവസ്ഥ നമ്മൾക്കെല്ലാം അറിയും, വളരെ മോശമായ അവസ്ഥയാണ്. സമൂഹത്തിലുള്ള യുവാക്കൾ നല്ല സംസാരം, ആരെങ്കിലും സംസാരിച്ചാൽ അവന്റെ പുറകിൽ പോകുന്ന അവസ്ഥ. പുതിയ അത്ഭുതമായ വിഷയങ്ങൾ ഏതെങ്കിലും പറഞ്ഞാൽ ആഹാ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നിൽ പോകുന്ന ഒരവസ്ഥ. ഈമാനിൽ ഉറച്ചു നിൽക്കണം. അഖീദ ഉറപ്പിച്ച ഉസ്താദന്മാർ ഏത് വഴിയിൽ ഏത് അഖീദയിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടോ ആ അഖീദയിൽ അടിയുറച്ചു നിൽക്കണം. ദീനിന്റെ ഖിദ്മത്തിന്, ദീനിന്റെ ഖിദ്മത്താണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒന്ന്. അത് ഇമാമത്തായാലും ശരി, ദർസായാലും ശരി. ദർസാണ് നല്ലത്, ദർസ് ഇല്ലെങ്കിലും ഇമാമത്തായാലും ശരി. വറാസത്തിന്റെ ശരിയായ വറാസത്ത് ഇമാമത്തെന്ന് ഞാൻ പറയും. കാരണം പഠിപ്പിക്കുന്ന ശൈലികൾ മാറിയിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ശൈലി മാറിയിട്ടുണ്ട്. അന്ന് സുഫാവിൽ പഠിപ്പിക്കപ്പെട്ടു. ഇന്ന് കെട്ടിടങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതിന്റെ ശൈലികളൊക്കെ മാറി. പക്ഷേ ഇമാമത്ത് എന്ന് പറയപ്പെടുന്നത് അതേ മെഹറാബാണ്, അതേ മെമ്പറാണ്, അതേ ഖിയാമു, അതേ റുകൂഉ, സുജൂദ് എല്ലാം തനതായ രൂപത്തിൽ അതിൽ തന്നെ ഉണ്ട്. അതിൽ ഒരു ചെറിയ മാറ്റവും ഇതുവരെ വന്നില്ല. അതേ റുകൂആണ്, അതേ സുജൂദാണ്, അതേ ഖഅദയാണ്, അതേ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിപ്പിച്ച ആ മെഹ്റാബിൽ തന്നെ, അതേപോലെ തന്നെ മെഹ്റാബിലും മിമ്പറിലും ഖിദ്മത്ത് ചെയ്യുന്ന ഒരു ഭാഗ്യം ലഭിച്ചവരാണ് ഇമാമുകൾ. ഇമാമത്ത് ഒരു വലിയ നിഅമത്താണ്. ഇമാമത്തായാലും ശരി, അല്ലത് ഖിതാബത്തായാലും ശരി,
ഖാദിയായാലും ശരി, ഏതെങ്കിലും ഒരു ദീനീ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ദീനീ മാഹോലിൽ ഇരുന്നിട്ട് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഉത്തരവാദിത്വം ഉലമാക്കൾക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സനത് വാങ്ങിക്കുന്ന ഈ യുവ പണ്ഡിതന്മാരോട് ഞാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ഷാനു വതആല റബ്ബാനിയായ ഇൽമു ആലിംകളായി നിങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബാനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്നവൻ, മൗലവി എന്ന് പറഞ്ഞാൽ മൗലാവിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്നവൻ, റബ്ബാനി എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്നവൻ. മൻസൂബുൻ ഇല റബ്ബി മൻസൂബുൻ ഇലൽ മൗല, മൻസൂബുൻ ഇല റബ്ബി റബ്ബാനി, മൻസൂബുൻ ഇലൽ മൗല മൗലവി. അപ്പൊ റബ്ബാനിയായ ആലിംകളാവണമെന്ന് ഞാൻ വായിച്ച ആ ആയത്തിൽ കൂനു റബ്ബാനിയീൻ ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. അപ്പൊ റബ്ബാനിയായ ആലിംകൾ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ചിന്തയിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരു ഭാഗ്യം. എപ്പോഴും ഇബാദത്തിലും ദിക്റിലും ദീനിന്റെ ഖിദ്മത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു ഭാഗ്യം, അത് വലിയ നിഅമത്താണ്. അപ്പൊ റബ്ബാനിയായ ആലിംകളാവണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി ആമിച്ചുകൊണ്ട് ഞാൻ ഇപ്പോ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉസ്താദ് ശൈഖുന മുഹമ്മദ് ബിൻ മുഹിയുദ്ദീൻ അൽ ബാഖവി ഇവിടെ 50 വർഷത്തിനധികം 54 വർഷം ഈ തദ്രീസിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. തദ്രീസിന്റെ രംഗത്ത് സേവനം ചെയ്ത് ഇതുവരെ പല നൂറ് ആലിമുകളെ സമൂഹത്തിൽ സമർപ്പിച്ച ഒരു മഹാനായ ശൈഖുന തങ്ങൾക്ക് നിബ്രാസുൽ ഉലമ എന്ന ഒരു ലഖബ്, ഒരു സ്ഥാനപ്പേര് കൊടുക്കാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിബ്രാസുൽ ഉലമ, ഉലമാക്കളിന്റെ ദീപം, പ്രകാശിക്കുന്ന ദീപം, ജനങ്ങളെ ഉലമാക്കളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദീപം എന്ന പേരിൽ നിബ്രാസുൽ ഉലമ എന്ന ലഖബ് ഇപ്പൊ നൽകപ്പെടുന്നു ഈ സദസ്സിൽ വെച്ച്. حمدا لمن شرف العلم وأهله ثم الصلاة على الهادي ومرسله يا طالب العلم خذ عن شيخنا هماما قد أفنت العمر في تعليم نافله ذاك شيخنا نور في مدارسه يهدي الأنام بنصح طاهر المقتفي 50 عاما عطاء لا يفارقه يرشد الناس للرحمن بالعرف وارث نور النبي المصطفى في علا للعلم داع بقول صادق اللطف في الباقيات غدا نجما ينير لنا يحيى بعلم جلي طيب الألف يا ربي فاحفظه واجزيه بجنتك في الخلد وارفعه في عالم من الغرف حمدا لمن شرف العلم وأهله ثم الصلاة
الصلاة على الهادي ومرسله. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ജല്ല ഷാനുഹു ഷേഖുന നിബ്രാസുൽ ഉലമ അവനെ പിൻപറ്റി അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ജനങ്ങൾക്ക് നേതൃത്വം ചെയ്യുന്ന തജ്ദീസിൽ കഴിഞ്ഞുകൂടുന്ന ഒരു ഭാഗ്യം നൽകി അള്ളാഹ് അനുഗ്രഹമാകുമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇങ്ങനെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സനദ് ദാനം നൽകുന്നത്